ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. മണാലിയിൽ ഒരു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, കുട്ടികൾക്കുള്ളതും മറ്റുമൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാനുള്ളത്. അപ്പോൾ ഇന്ന് അതിൻ്റെ എപ്പിസോഡാണ് നമ്മൾ. ഓൾഡ് മണാലിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഓൾഡ് മണാലിക്ക് എങ്ങനെ എത്തിച്ചാൽ ഇവിടെ ഒരു മാൾ റോഡുണ്ട്, അതിനോട് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലബ് ഹൗസിലേക്ക് എത്തും. ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പം ഞങ്ങൾ ക്ലബ് ഹൗസ് കാണാൻ പോവാണ്. ഞാൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇവിടെ വലിയവർക്ക് 25, കുട്ടികൾക്ക് 10 രൂപയാണ്. ഇനി ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോവുക. മുമ്പ് ഞാനോട് വന്നിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഉള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിയാസ് നദി ഉള്ളൊരു ഭാഗമാണ്. ഇവിടെ പിന്നെ ഒരു ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഈ ക്ലബ് ഹൗസ് എന്നിട്ടൊരു അന്തമിടലാണ് പൊതുവെ പലർക്കും ഉള്ളത്. സംഭവം ഇങ്ങനെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാണൂല. കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ എന്താണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ളതെന്ന് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ ഒരു ഹിമാചൽ ടൂറിസത്തിൻ്റെ വക കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതിൻ്റെ അകത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഹിമാചലിൻ്റെ ആ ഡ്രസ്സും കാര്യങ്ങളും അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതാണ് ഒരു ഷോപ്പ്. തണുപ്പായതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെ ഇതിലിങ്ങനെ കറങ്ങി നടക്കാൻ. ഇവിടെ തണുപ്പിനുള്ള ഡ്രസ്സുകൾ, പിന്നെ ഹാൻഡ് ബാഗുകൾ, ഗ്ലൗസ്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ആ ഒരു ബിൽഡിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നൊരു ചെറിയൊരു ഇറക്കുണ്ട്. ആ ഇറക്കം ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ഈ ക്ലബ് ഹൗസ് എന്നുള്ളൊരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗം. ഈ ഒരു പാസേജ് ഇതിൽ കൂടി അങ്ങനെ നടന്നു പോകണം. ഈ സൈഡിലൊക്കെ തെരുവോര കച്ചവടക്കാരുണ്ട്. ഇത് നേരെ ചെല്ലുന്നത് ബിയാസ് നദിയാണ്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് ഈ സമയത്ത്. ഇതിങ്ങനെ ചിത്രം വരച്ചതല്ല, ചെറിയ ചെറിയ നൂലുണ്ടല്ലോ ഇവരെ ഈ തണുപ്പിനിടുന്ന ആ ഒരു നൂലുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് തിക്നെസ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഏതായാലും ഇത് സ്മോൾ പീസ് है 300, मीडियम में है 600, बिग साइज 1200, 20% ऑफ मेरे को. അതിൻ്റെ വിലയാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ഇറക്കം പിന്നെയുണ്ട്. ഇവിടെ ഒരു റിവർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ്. ഇതിലേ അങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇറങ്ങുക. ആ കാണുന്നതാണ് ബിയാസ് നദി. ഇപ്പം വെള്ളം പൊതുവെ കുറവാണ് ഈ സമയത്ത്. അതിന് ക്രോസ് ചെയ്തിട്ട് ഉള്ള കുറേ കലാപരിപാടികളും കായിക പരിപാടികളൊക്കെ ഉണ്ട്. സൈക്ലിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കാണാം. ഇവിടെ ഒരു കമ്പി റോപ്പുണ്ട്, ഒരു ഇരുമ്പിൻ്റെ ഇതിൽ പിടിച്ച് കെട്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഭാഗത്തും പിന്നെ ഇതിൻ്റെ മറ്റേ ഭാഗത്തും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ട് അങ്ങനെ അപ്പുറം ക്രോസ് ചെയ്യാം. ഈ ഒരു ഭാഗം കാണാനാണ് നമ്മൾ വലിയവരോട് 25 രൂപയും കുട്ടികളോട് 10 രൂപയും വാങ്ങുന്നത്. വെള്ളം ഇത്ര നല്ല ഉണ്ടാകുക, നല്ല വെള്ളം ഉണ്ടാവും സാധാരണ. ഇവിടുന്ന് ഇങ്ങോട്ട് ആ അറ്റം വരെ പോകുക, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക. അപ്പം ഇനി അങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കണ്ട് അങ്ങനെ പോവാം. എവിടെയായാലും കച്ചവടക്കാരുണ്ടാവല്ലോ. ഇവിടെ ചായ കച്ചവടക്കാരൊക്കെ ഉണ്ട്.
ഈ പെണ്ണുങ്ങൾ നൂഡിൽസ്, ചായ ഇതൊക്കെ വെക്കുന്ന ആളാണ്. ദേവദാരു മരങ്ങളാണ് നമ്മുടെ ബിയാസ് നദിയുടെ സൈഡിലുള്ള. ഇവിടെ ഇരുന്നിട്ട് ഹുക്കൊക്കെ വലിക്കുന്നുണ്ട് ആളുകൾ. ഒപ്പം ചായയും കുടിക്കുന്നുണ്ട്. കസാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. कृष्ण आंटी का ढाबे का बोनाफाइड ഇവരിപ്പോ ഞങ്ങൾ ചൂട് കായാണ് അല്ലേ? ചൂട് കായ. चूड़ खाइया One please. बैठो जी या Yeah. आइए कि चाय मैगी सिद्धू खड़ा है चलने वाला था इसकी मम्मी के साथ आया था पापा आलो अंदर सब बताए अंदर है बोल के तो सीधे नीचे को आना बोल रहा कहीं रुक ही नहीं रहा है आइए मैम ചൂട് കായലാണ്. ചൂട് കായൽ. തീ കായൽ. आओ जी बैठो जी Let me. ഇത് മണാലിയിലെ ഒരു ഐറ്റാണ്. സീഡു എന്ന് പറയും ഇതിന്. സീഡു. ആ സീഡുവിന്റെ ഉള്ളില് ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത്. അതിന് 100 രൂപയാണ് ചാർജ് ഒന്നിന്. ചായ ഉണ്ടാക്കാണ്. आपका नाम क्या है? मेरा राधा രാധ. ഇതൊരു ഗെയിമാണ്. കുട്ടികൾക്ക് സമ്മാനം കിട്ടുന്ന ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഏതായാലും കണ്ടു നോക്കാം നമുക്ക്. ഇങ്ങനെ ചെറിയൊരു ഭാഗമാണ്. അതിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട നോർത്ത് ഇന്ത്യൻ ഫാമിലികളാണ്. ഇത് ചെറിയൊരു റെസ്റ്റോറന്റ് ആണ് ഇവിടുത്തെ മണാലി ക്ലബിൽ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മടങ്ങിപ്പോവുകയാണ്. ഇവിടെയൊക്കെ എത്ര തന്നെ ഉള്ളൂ ഇവിടെ സംഭവമുള്ളത്. എന്തെങ്കിലും ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ഇങ്ങനെ അപ്പുറത്ത് ഞാൻ പറഞ്ഞ നേരത്തെ കണ്ടല്ലോ സൈക്കിൾ ഇതൊക്കെ അങ്ങനെ ചവിട്ടിപ്പോ. ഇവിടെ ഐ ലവ് മണാലി എന്നുള്ള വലിയൊരു ബോർഡ് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.